ഹായ് മക്കളെ, അമീൻ സാറാണ്. ഫൈസൽ സാറാണ്. തീർച്ചയായിട്ടും ബയോളജി എക്സാം കഴിഞ്ഞു. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ സോഷ്യലാണ്. ഫൈസൽ സാറേ, അപ്പൊ ഈ നമ്മൾ 2 ദിവസം എന്ന് പറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുള്ള ഒരു വിഷയമായിട്ട് പോലും ഏറ്റവും കൂടുതൽ സമയം അവിടെ വേണ്ടതായിട്ട് പോലും നമുക്ക് ആകെ കിട്ടിയ എത്ര ദിവസം സാറേ? 2 ദിവസം. ആ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 4 ബുക്ക് തീർക്കാനുണ്ട്, 16 ചാപ്റ്റേഴ്സ് തീർക്കാനുണ്ട്. മക്കളെ പഠിച്ചു തീരുക ബുദ്ധിമുട്ടായി. അതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ മക്കൾ ഈ വീഡിയോ കാണാം. നമ്മളിതാ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ ഉറപ്പിക്കാം. നമ്മൾ ഈ 2 ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യം തന്നെ 1ാമത്തെ ചാപ്റ്റർ മുതൽ 8ാമത്തെ ചാപ്റ്റർ വരെയുള്ള നമ്മൾ ഒരു സെഗ്മെന്റ്, അഥവാ 8ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞ സമയത്ത് ജോഗ്രഫിയിൽ 4 ചാപ്റ്റേഴ്സ്, ഹിസ്റ്ററിയിൽ 4 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ആദ്യം തീർക്കുന്നു. അത് കഴിഞ്ഞ് നാളെ നമ്മൾ അതേപോലെ തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് തീർക്കുകയാണ്. 2 ദിവസം കൊണ്ട് ഈ ചാപ്റ്റർ മൊത്തം പഠിക്കും. ആ സമയത്ത് ഒരുപാട് കുട്ടികൾ ഡൗട്ട് ഉണ്ടോ, ഈ സാറേ ആദ്യത്തെ ചാപ്റ്റർ ഒക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അവസാനത്തെ മാത്രം പഠിച്ചാൽ പോരെ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ടാവും. മക്കളെ, തികച്ചും അത് മണ്ടത്തരാണ്. കാരണം ഈ പ്രാവശ്യം കഴിഞ്ഞ എക്സാമുകളൊക്കെ നോക്കുകയാണെങ്കിൽ, ഈ പ്രാവശ്യം വന്നിട്ടല്ല, നമ്മുടെ മുൻപത്തെ ഏത് എക്സാമിനേഷൻ ആണെങ്കിലും ഏത് കൊല്ലത്തെ നമ്മൾ പരീക്ഷ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടേമിലെ ക്വസ്റ്റ്യൻ മുതൽ ഏറ്റവും അവസാനത്തെ ഫൈനൽ ടേമിലെ ക്വസ്റ്റ്യൻസ് വരെ എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഇവർക്കിപ്പോൾ ലാസ്റ്റ് ടേമത്തെ പോലും ഓർമ്മയില്ല, പിന്നെ എങ്ങനെയാണ് ഫസ്റ്റ് ടേമത്തെ ഓർമ്മ ഉണ്ടാവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് മക്കളെ, ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി നിങ്ങൾ ക്ലാസ് കാണണം. മാത്രമല്ല, ഈ കഴിഞ്ഞ എക്സാമുകൾ നോക്കുമ്പോൾ നമ്മളിപ്പം ബയോളജിയിലെ ഫാസിൽ സാറോട് ചോദിക്കുകയാണെങ്കിൽ, ബാക്കിയുള്ളവർക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നത്. സെക്കൻഡ് ടേം കഴിഞ്ഞ ശേഷമുള്ള ഭാഗങ്ങൾ എന്ന് വെച്ചാൽ തേർഡ് ടേമിലേക്ക് വരുന്ന ആ ഒരു പോർഷനാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ മക്കളെ, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ 2 ദിവസം കൊണ്ട് ചാപ്റ്റേഴ്സുകൾ മുഴുവൻ വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും ഫൈനൽ ആയിട്ട് കൊടുക്കുന്ന നമ്മുടെ മെഗാ മാരത്തൺ. മക്കളെ, നിങ്ങൾക്കറിയാം ബാക്കിയുള്ള ക്ലാസ്സിനെ പോലെയല്ല 9ാം ക്ലാസ്സുകാർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് സമഗ്രയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. അത് ഏതൊക്കെയാണെന്നുള്ളത് അതൊക്കെ ഞങ്ങൾ മെഗാ മാരത്തൺ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ സമഗ്രയിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് സമഗ്രയിലെ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളത്. ഇപ്പം ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ പറയും, സാറേ എസ്എ ക്വസ്റ്റ്യൻ ഇതാണ് വരാൻ സാധ്യതയുള്ളത്. തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് പറയാൻ ഭയങ്കര ഡിഫിക്കൽറ്റിയാണ്. കാരണം ഓരോ ഏരിയാസിനെ നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ അതെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മുടെ മെഗാ മാരത്തോൺ നമ്മൾ ബാക്കി വെക്കുന്നതാണ്. അവിടെ നമ്മൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പറയുക. മക്കളെ, കുറച്ച് ദിവസമേ ഉള്ളൂ, 2 ദിവസം തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. 2 ദിവസത്തെ ക്ലാസ് നിർബന്ധമായിട്ട് തന്നെ മക്കൾ കാണണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ക്ലാസ് എടുക്കുക. ആ ക്ലാസ് കഴിഞ്ഞ് മെഗാ മാരത്തോൺ കാണുമ്പോൾ മക്കളെ ഉറപ്പിക്കാം അടിപൊളിയായിട്ട് മാറും. കാരണം മെഗാ മാരത്തോണിലേക്ക് മാത്രം എൻ്റെ മക്കൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ 16 ചാപ്റ്റർ തീർക്കുമ്പോൾ സമയം ഒരുപാട് വൈകുന്നു. 16 ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ കേൾക്കാതെ അല്ലാന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ പഠിക്കാത്ത മെഗാ മാരത്തോണിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ചോദ്യം കാണുന്നു, ഉത്തരം കാണുന്നു, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട കോണ്ടന്റുകൾ ഒന്നും തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല. അപ്പൊ എന്താണ്, അഥവാ ചോദ്യത്തിന്റെ പാറ്റേൺ ഒന്ന് മാറ്റി ആക്കിയിട്ട് അങ്ങനെ തന്നാൽ ഉത്തരം നമുക്ക് എഴുതാൻ കിട്ടൂല. ആ ഒരു അവസരം നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ഉണ്ടാക്കരുത്. സോ അതുകൊണ്ട് തന്നെ 2 ലൈവുകൾ ആദ്യം കാണാം, അത് കഴിഞ്ഞ് മെഗാ മാരത്തോൺ കാണാം, അത് കഴിഞ്ഞ് ഒരു മോർണിംഗ് ബൂസ്റ്റർ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ തന്നിട്ട് നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടും. അപ്പം മറക്കണ്ട മക്കളെ, ഇന്ന് രാത്രി 7:30ക്കാണ് ലൈവ് തുടങ്ങുന്നത്. നാളെ ഞങ്ങൾ 5 മണിക്കാണ് ലൈവ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് 7:30 മെഗാ മാരത്തോൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മക്കളെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഏത് രീതിയിലാണല്ലോ അത് ഞങ്ങൾ സൈലം ഉറപ്പുവരുത്തുന്നു. എൻ്റെ മക്കൾക്ക് ഒരു മുട്ടൻ പണിയും ഇവിടെ ഉണ്ടാവില്ല. ആ രീതിയിലേക്ക് മാറ്റണമെങ്കിൽ ഈ 3 ദിവസം ലൈവ് നിങ്ങൾ കണ്ടാൽ മാത്രം മതി. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കൂടെയുണ്ട്. മക്കൾ ഉറപ്പിച്ചോ, ഞങ്ങൾ പറയുന്നത് വരികയുള്ളൂ, ഞങ്ങൾ പറഞ്ഞത് വരും.